चिन्त्य कर्म विशारदन् അണികളാം ഞങ്ങൾക്ക് മാർഗദീപം മന്നത്ത് തിരിയിട്ട പൊൻദീപമെന്ന് ഹൃദയങ്ങൾക്കുള്ളിൽ പുളകമായി മാറി നായർ സമുദായം ഔന്നത്യം നേടുമ്പോൾ മാർഗം തെളിയിച്ചോരാചാര്യ വന്ദനം സമുദായ സേവയിൽ കാര്യരൂപായി മാനവ സേവയ്ക്കായി മനസ്സുകൾ ചേർത്തു നിറവോടെ മക്കൾ തൻ ഹൃദയാർച്ചനകൾ പരമപാദത്തിങ്കൽ അർപ്പിക്കാം ഞങ്ങൾ കത്തിപ്പാടാരണം തീജ്വാലയായി കനിവിന്റെ കടലായി ഞങ്ങളിലെന്നും സ്വജാതി സ്നേഹത്തിൽ ആഴ്ന്നിറങ്ങുമ്പോഴും പരജാതിയെയും കൂടെ ഏന്തിയ പരമപൊരുളെ കോടി പ്രണാമം പരമപൊരുളെ കോടി പ്രണാമം അർഹരല്ലെങ്കിലും അർപ്പിക്കും ഞങ്ങൾ വന്ദനം നിത്യവും ആചാര്യവർയ വന്ദനം വന്ദനം തവ പാദപീഠേ വന്ദനം വന്ദനം തവ പാദപീഠേ വന്ദനം വന്ദനം തവ പാദപീഠേ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലത് ഹൃദയഭാഗത്ത് വെച്ച് ഞാൻ പറയുന്നത് ആവർത്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ നായർ സമുദായ ഉന്നമനത്തിനായി നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായക്കാർക്ക് ക്ഷോഭകരമായി യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല. ഈ സംഘോദ്ദേശങ്ങളെ മുൻനിർത്തിയും ഉദ്ദേശ സാധ്യത്തിന് വേണ്ട ന്യായമായ ജീവിച്ചു കൊള്ളാം. സത്യം സത്യം സത്യം. നന്ദി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ആചാര്യൻ്റെ 149 അദ്ദേഹത്തിന് ഇന്ന്
സത്യപ്രതിജ്ഞ നമ്മൾ കേട്ടു. പക്ഷെ നമ്മുടെ സമുദായങ്ങൾ എത്ര സഹകരിക്കുന്നുണ്ടെന്ന് ഇപ്പോഴും നമുക്ക് അതിശയമാണ്. ഇന്നത്തെ തിരുവാതിരയ്ക്ക് സംഘിലെ എല്ലാവരും എത്ര പേര് വന്നിട്ടുണ്ട്. വിഷമം തോന്നുന്നുണ്ട്, പറയുന്നില്ല. ഇവിടെ പങ്കെടുക്കാൻ എത്തിയ എൻ്റെ കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി. നമ്മുടെ സമുദായാചാര്യന്റെ 149-ാം ജന്മദിനമാണ് ഇന്ന്. അത് നമ്മൾ മന്ദൻ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നു. 1914 ജൂൺ മാസം 31-ാം തീയതി വളരെ സംഭവ ബഹുലമായ ഒരു സംഭവമായിരുന്നു നടന്നത്. നായർ കൃത്യജന സംഘം എന്ന ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തു. 14 പേര് ചേർത്ത് ഉണ്ടാക്കിയ മന്നത്ത് തറവാടിന്റെ ഉമ്മറത്ത് മന്നത്ത് പാർവതിയമ്മ കൊളുത്തിയ നിലവിളക്കിന്റെ വെളിച്ചത്തില് 14 യുവാക്കൾ ചേർന്ന് നമ്മളുടെ സമുദായങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നായർ കൃത്യജന സംഘം എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. നായർ കൃത്യജന സംഘം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ കൃത്യന്മാരായി സേവകന്മാരായി പ്രവർത്തിക്കാൻ ആ 14 പേരും സത്യം ചെയ്ത ഒരു പ്രതിജ്ഞയാണ് അല്പം മുമ്പ് നമ്മളായിട്ട് ഇവിടെ ഏറ്റുചൊല്ലിയത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരാൻ ആ ഒരു മഹാമനുഷ്യൻ മന്നത്ത് തറവാട്ടിലെ പാർവതി അമ്മയ്ക്കും ഈശ്വരൻ നമ്പൂതിരിക്കും ഉണ്ടായ ഒരു മകന് ഈ ഭൂമി മലയാളത്തിലെ മുഴുവൻ ആൾക്കാരുടെയും മനസ്സിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും 149-ാമത്തെ ജന്മദിനത്തിലും നമ്മൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ പ്രകീർത്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു. നമ്മൾ മഹാഭാരതത്തില് ശ്രീകൃഷ്ണൻ കർണനോട് സംസാരിക്കുന്ന ഒരു ഭാഗത്തിൽ പറയുന്നുണ്ട്, കർണനെല്ലാം നഷ്ടപ്പെട്ട ഇല്ല, സ്വന്തം കുടുംബം, സ്വന്തം ദാനശീലനായിരുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു കർണൻ. കർണന്റെ ജീവൻ പൊലിഞ്ഞു പോകുന്നതിന് തൊട്ട് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിലോട് ചോദിച്ചു, എങ്കിലും കൃഷ്ണ, നീ എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊരു ചോദ്യം വന്നപ്പോ ശ്രീകൃഷ്ണൻ കർണനോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നമ്മളുടെ ശരീരം നശിച്ചു പോയാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് സുഗന്ധപൂരിതമായി ലോകമുള്ളിടത്തോളം കാലം തീർച്ചയായും നിലനിൽക്കും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ സമുദായാചാര്യനായ ശ്രീ മന്നത്ത് പത്മനാഭൻ. കേരളത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദൻ തന്നെ പറയുന്നുണ്ടായിരുന്നു കേരളം ഒരു ഭ്രാന്താലയമാണ്. കേരളം ഭ്രാന്താലയം എന്ന് പറയാനുണ്ടായ കാരണം ജാതീയമായും ഉച്ചനീചത്വങ്ങളും തീണ്ടലും തൊടിയിലും അങ്ങനെ അറപ്പുളവാക്കുന്ന, ഇന്നത്തെ ജനങ്ങൾക്ക് കേട്ടാൽ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു നമ്മുടെ കേരളത്തിൽ ഒരു കാലത്ത് നടന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മളുടെ സമുദായത്തിലുള്ള ആൾക്കാരെ കുടുംബങ്ങൾ മുഴുവൻ ഇല്ലേ കേസ് നടത്തിയും കൊലപടി നടത്തിയും ഒക്കെ ഒരുപാട് ചെലവ് നടത്തി കഷ്ടനഷ്ടങ്ങൾ നശിച്ച് നമ്മുടെ കുടുംബങ്ങളെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയും ഹിന്ദു സമുദായം ഒന്നാകെ നാശത്തിന്റെ വക്കിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് മന്നത്ത് പത്മനാഭനെ പോലെയുള്ള ഒരാൾ, അദ്ദേഹം വളരെ ചെറിയ, അദ്ദേഹത്തിന്റെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. 2ാമത്തെ വയസ്സിൽ പഠനം നിർത്തിയതാണ്. 2ാമത്തെ ക്ലാസ്സിൽ വെച്ച് 2ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു അദ്ദേഹത്തിന്. കാരണം അവർക്ക് മുമ്പോട്ട് പഠിക്കാനുള്ള പാങ്ങില്ലായിരുന്നു. ആ കുടുംബത്തിന് അദ്ദേഹത്തെ പഠിപ്പിക്കാനുള്ള ഒരു ചുറ്റുപാടില്ലായിരുന്നു. അങ്ങനെ 2ാം ക്ലാസ്സിൽ വെച്ച് അദ്ദേഹത്തിന് പഠനം പൂർണ്ണമായിട്ട് നിർത്തേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ഗുമസ്തന്റെ കൂടെ, വക്കീൽ ഗുമസ്തന്മാരുടെ കൂടെ പോവുകയും ആധാരം എഴുതുകയും ചെറിയ ചെറിയ രീതിയിലുള്ള സാമ്പത്തികം ഉണ്ടാക്കി വീണ്ടും
പഠനം തുടർന്ന് പഠിക്കുകയും പിന്നെ ഒരു ബാരിസ്റ്ററായി മാറുകയും കേരളം അറിയപ്പെടുന്ന ഒരു വക്കീലായി മാറുകയും ചെയ്തു അദ്ദേഹം. അത്രയും പ്രാധാന്യത്തോടുകൂടി ഇപ്പൊ അന്നത്തെ കാലത്ത് ഒരു വക്കീലായി കഴിയുമ്പോൾ 25 രൂപയോളം ശമ്പളം കിട്ടും. അന്ന് 25 രൂപ ശമ്പളം കിട്ടുന്ന ഒരു വക്കീല് അവരുടെ കുടുംബത്തിലെ ഏറ്റവും ഹാസ്യമായി ഭംഗിയായിട്ട് ജീവിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നായർ സമുദായത്തിന്റെ ഉന്നതിക്കായിട്ട് കേവലജിയും മന്നത്ത് പത്മനാഭനും മാധവൻ പിള്ളയും എല്ലാവരും കൂടെ ചേർന്ന് ഒരു 14 പേര് ചേർന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അനാചാരങ്ങളെ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന അനാചാരങ്ങളെ കൂത്തെറിയാനായിട്ട് അദ്ദേഹം ഈ 14 സുഹൃത്തുക്കളുമായി ചേർന്ന് നായർ വൃദ്ധജന സംഘം 1914 ജൂൺ 31 കൊണ്ടുവരും. അതിനുശേഷം ഒരു വർഷക്കാലത്തിന് ശേഷം അതിന്റെ പേര് മാറ്റി, ആ സംഘടനയുടെ പേര് മാറ്റി നായർ സർവീസ് സൊസൈറ്റി എന്നാക്കി 1914 ഒരു വർഷത്തിന് ശേഷം. ഈ സംഭവത്തിന് ശേഷമാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ഹിന്ദുക്കളെയും ഒരുമിപ്പിക്കണം, ഒന്നായി കൊണ്ടുപോകണം, നായർ സമുദായ ഉന്നതിക്കായി പ്രവർത്തിക്കണം. അതിനുവേണ്ടി ഒരു മുഴുവൻ സമയ പ്രവർത്തകനായി അദ്ദേഹത്തിന്റെ വക്കീൽ ഉദ്യോഗം വേണ്ടാന്ന് വെച്ച് വീണ്ടും വെളിയിലേക്ക് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഇറങ്ങി പടുത്തുയർത്തിയ ഈ സമുദായം അത്രയും ആത്മാർത്ഥതയോടുകൂടി സ്വന്തം കുടുംബത്തിൽ വരുമാനമില്ലാത്ത സാഹചര്യത്തിൽ പോലും സ്വന്തം ജോലി ഉപേക്ഷിച്ച് സമുദായ സേവനത്തിനായിട്ട് മുഴുവൻ സമയ സമുദായ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിയ ശ്രീ മന്നത്ത് പത്മനാഭന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന നമ്മളാണ് 450 ആക്റ്റീവ് മെമ്പർമാരുള്ള പനവേൽ നായർ സാംസ്കാരിക സമിതിയുടെ അംഗങ്ങളാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും ശുഷ്കമായ ഒരു വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 149ാമത്തെ ജന്മശതാബ്ദിക്ക് വേണ്ടി നമ്മൾ നിൽക്കുകയാണ് മന്നത്ത് പത്മനാഭന്റെ. അപ്പൊ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം എന്തായിരുന്നു ആ ഒരു കർമ്മോത്സുകനായ ഒരു യുവാവിന്റെ പ്രവർത്തന രീതി. നമ്മുടെ സമുദായത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എന്തൊക്കെ ത്യാഗങ്ങളാണ് സഹിച്ചത്. എല്ലാവരോടും ഇരക്കുകയായിരുന്നു. വീടാതെ പോയി ഇരന്ന് ഉണ്ടാക്കിയ പണം കൊണ്ടാണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന മഹത്തായ ഒരു സംഘടന ഏറ്റവും എല്ലാവരും അസൂയോടുകൂടി നോക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം പടുത്തുയർത്തി. എന്തൊക്കെ കാര്യങ്ങൾ ഒരുപാട് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുണ്ടായി. ഇത്രയും വലിയൊരു പ്രവർത്തനത്തിന് ശേഷം നമ്മളുടെ സമുദായത്തെ ഒന്നിപ്പിച്ചതിന് ശേഷം ഈ ഒരു അവസ്ഥ ഇപ്പൊ ഇവിടെ വന്ന് ആൾക്കാർ കുറഞ്ഞു പോയെന്ന് അവിടെ വർക്കിന്റെയാണ് എല്ലാവരും വീണ്ടും വരുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോ നമ്മളുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ, സോഷ്യലായിട്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല പ്രവർത്തികൾ നമ്മൾ നിരന്തരം ചെയ്യുക. എപ്പോഴും വേണ്ട, നമ്മുടെ കുടുംബത്തിനെ നോക്കാനുള്ള സമയത്തിന് ശേഷം ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസം നമ്മുടെ സമുദായ സേവനത്തിന് വേണ്ടി അല്ലെ നമ്മളുടെ സമാജത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി അല്ലെ നമ്മുടെ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നമുക്ക് കുറച്ച് സമയം നീക്കി വെക്കാം. അങ്ങനെ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ. നമ്മുടെ ശരീരമില്ല. കൃഷ്ണൻ കർമ്മനോട് പറഞ്ഞതുപോലെ നിന്റെ ശരീരം പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോയ ശരീരമാണെങ്കിലും നിന്റെ പ്രവൃത്തിയാൽ നിന്റെ പേര് എന്നേക്കും അനശ്വരമാകും, സുഗന്ധപൂരിതമാകും. അതുപോലെ തന്നെയാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ നാമം ഈ 149ാമത്തെ വർഷത്തിലും കേരളത്തിൽ മലയാളി നായർ വിഭാഗത്തിലുള്ള ആളുകൾ എവിടെയുണ്ടെങ്കിലും ഈ ലോകത്തിന്റെ ഏത് മൂലയിലുണ്ടെങ്കിലും അവരൊക്കെ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആചാര്യനെ സ്മരിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഒരു നിമിഷമെങ്കിലും അങ്ങനെയൊന്ന് ആലോചിക്കാതെ ഒരാളും ഈ ഭൂമി മലയാളത്തില് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് തീർത്ത് തന്നെ പറയാം. പക്ഷെ നമ്മൾ കുറച്ച് സമയം, ഒരപേക്ഷ മാത്രമേ ഉള്ളൂ, കുറച്ച് സമയമെങ്കിലും നമ്മളുടെ സമുദായത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു മാസത്തില് ഒരു ദിവസത്തിൽ അര മണിക്കൂറെങ്കിലും നമ്മൾ അതിന് കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ആശംസകളോടും കൂടി അദ്ദേഹത്തിന്റെ ഈ പിറന്നാൾ ദിനം, ഈ ജന്മദിനം നമ്മൾ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുകയാണ്. തിരുവാതിരയോടുകൂടി ചേർന്ന് വരുന്ന ഈ സംഭവത്തില് ഇനി തുടർന്ന് 10
തിരുവാതിരകളെയും ബാക്കിയുള്ള ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന തിരുവാതിരയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവും. എല്ലാവരും മുഴുവൻ പ്രോഗ്രാം തീരുന്നവരെ കാത്തിരിക്കുകയും പ്രസാദം കഴിച്ചിട്ട് മാത്രം പിരിയുകയും ചെയ്യണം. വെൽഗ വെൽഗ മദീയ വംശമഹാഭിമാന നിധാനമേ വെൽഗ സേവനമൊന്നിനാൽ കൃതകൃത്യനായ മഹാഗുരു വെൽഗ വിശ്രുതമന്നമെന്ന മഹാഭിധാനമെന്നവൻ വെൽഗ ശ്രീയുത പത്മനാഭൻ അചിന്യ കർമ്മ വിശാരദൻ കൃഷിയിടങ്ങൾ തീർത്തു കേരളമാ